Hello guys, welcome back to Bussid channel. അപ്പോൾ ഇന്ന് നമ്മൾ ടെക് വിത്ത് കണ്ണാപ്പിയുടെ Zedone V2 ട്രാഫിക് മോഡിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ Zedone V2 അല്ല V2.5 എന്നും പറഞ്ഞ ബഗ് എല്ലാം ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു ട്രാഫിക് മോഡാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ജെറ്റ് ബസ്സുകളെല്ലാം മാറി Zedone മോഡൽ വണ്ടികളായി മാറും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം എല്ലാം പക്കാ Zedone തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ ഒരു എക്സ്പ്ലോഡ് കിടപ്പുണ്ട്, അപ്പുറത്തെ സൈഡിൽ വേറെ 2 Zedone ബസ് കിടപ്പുണ്ട്. പിന്നെ ഗൈസ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെഹിക്കിൾ മോഡ്, അതായത് ഈ ഒരു ബസ് മോഡും ടെക് വിത്ത് കണ്ണാപ്പിയുടെ തന്നെയാണ്. ടെക് വിത്ത് കണ്ണാപ്പിയുടെ Zedone V1 മോഡാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ മേളിൽ നോക്കിയാൽ റൈറ്റ് സൈഡിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്ത് ഒരു വണ്ടി കിടപ്പുണ്ട്, ബ്രഹ്മോസ്. നമ്മുടെ സെയിം അതേ വണ്ടി ഉണ്ട് ഇവിടെ ട്രാഫിക്കിലുണ്ട്. അപ്പോൾ വേറെ ഏതൊക്കെ ബസ്സുകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അപ്പോൾ വേറെ റൂട്ടിലൊക്കെ പോവുകയാണെങ്കിൽ വേറെ ടൈപ്പ് ലിവറിയുള്ള ബസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ Zedone ട്രാഫിക് മോഡിന് പുറമെ വേറെയും കുറെ ട്രാഫിക് മോഡ്സ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക് വിത്ത് കണ്ണാപ്പിയുടെ സൈഡിൽ നിന്നും ഇനിയും കുറെ ട്രാഫിക് മോഡ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. പിന്നെ വേറെയും കുറെ ട്രാഫിക് മോഡ്സ് ഒക്കെ റിലീസ് ചെയ്യുന്ന ചാനൽസ് ഒക്കെ ഉണ്ട്. ഇതിനു മുമ്പ് ഓട്ടോറിക്ഷ ട്രാഫിക് മോഡ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു Zedone ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിന്റെ ട്യൂട്ടോറിയൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ട്രാഫിക് മോഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു പെട്രോൾ പമ്പിനകത്ത് നമ്മുടെ കൊമ്പൻ ദാവൂദ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ദാവൂദിനെ കയറി ഒന്ന് സലാം പറഞ്ഞിട്ട് വരാം. അപ്പോൾ അതേണ്ട കിടക്കുന്ന നമ്മുടെ കൊമ്പൻ ദാവൂദ്, പക്ക കൊമ്പൻ ദാവൂദ് തന്നെ അല്ലേ ഗൈസ്. അപ്പോൾ Zedone ബസ്സുകൾ മാത്രമല്ല അല്ലാത്ത ബസ്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. KSRTC കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ബസ്സിന്റെ ലിവറിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, എന്തോ ബഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ദാണ്ട് ഇവിടെ സിഗ്നലിന്റെ അടുത്തായിട്ട് ഒരു ദാവൂദിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ അൽഫോൺസ എന്നും പറഞ്ഞൊരു അടിപൊളി ലിവറിയുള്ള ഒരു ടൂറിസ്റ്റ് ബസ് കിടപ്പുണ്ട്. അപ്പോൾ പല റൂട്ടിലും പല ബസ്സുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു റൂട്ടിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ വേറെ റൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെയും ബസ്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഒറിജിനൽ ലിങ്ക് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ ആ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ZRCR ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആ ഒരു ആപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ആ ഒരു ആപ്പിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ZRCR ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡിവൈസ് മെമ്മറി ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിൽ പോകുക. അവിടെ നമ്മുടെ മോഡ് ഡൗൺലോഡ് ആയി കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി വേറൊരു ഫോൾഡറിലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിൽ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ആയി കിടപ്പുണ്ടായിരിക്കും. ഇതൊരു സിപ്പ് ഫയൽ ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. അപ്പോൾ ഇത് എക്സ്ട്രാക്ട് ആയതിനു ശേഷം ഇതുപോലെ മേളിൽ പുതിയൊരു ഫോൾഡർ കിട്ടും. അപ്പോൾ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനകത്താണ് നമ്മുടെ മെയിൻ ഫയൽസ് വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും ഡിവൈസ് മെമ്മറി ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആൻഡ്രോയിഡ് എടുക്കുക. ആൻഡ്രോയിഡിനകത്ത് OBBയിൽ com.malio.bussimulator.id ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു OBB ഫയൽ കാണാം. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, എന്നിട്ട് വ്യൂ കൊടുക്കുക. വ്യൂ കൊടുത്തതിന് ശേഷം അസറ്റ്സ് ചൂസ് ചെയ്യുക. അസറ്റ്സിൽ ബിന്നിൽ ഡാറ്റ, എന്നിട്ട് നിങ്ങൾ ഈ പച്ച ഒരു ഐക്കൺ കണ്ടില്ലേ താഴെ, അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിലത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോയി നമ്മുടെ എക്സ്ട്രാക്ട് ആയി കിട്ടിയ ആ ഒരു ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഓൾ കൊടുക്കുക. അതിനുശേഷം ആഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫയൽസ് മൊത്തം ഇതിനകത്തോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ആഡിങ് ഇതുപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആഡ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് ഫുൾ ആഡ് ആയതിനു ശേഷം നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു വര അങ്ങനെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ ചെയ്ത് നോക്കുക, ഒന്നുകൂടെ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ വന്ന് പേഴ്സണലായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് എല്ലാം ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ഓൾ ആക്കി ഇടുക. എന്നാൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. സോ ഗൈസ് ടിൽ ദെൻ ബൈ.